ചിരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന, റീൽസ് കാണുന്ന, എല്ലാം ശരിയാണെന്ന് തോന്നിക്കുന്ന പല കൗമാര കുട്ടികളും ഉള്ളിൽ കരയുകയാണ്. അവർക്കുള്ളിൽ വിഷമമുണ്ട്. ഈ സൈലന്റ് ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ സൈലന്റ് ഡിപ്രഷൻ ഇത്രയും അപകടകരമാവുന്നത്? ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഈ സൈലന്റ് ഡിപ്രഷൻ എന്നുള്ളത്. പുറത്ത് നോർമലായി തോന്നുന്ന, അതേപോലെ പുറത്തൊക്കെ വളരെ സന്തോഷത്തോടെ നടക്കുന്ന ഈ കുട്ടികളുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. അവർ പ്രോബ്ലംസ് പറയില്ല, അവർ കംപ്ലൈൻറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിനെ സൈലന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കുട്ടികളെ കാണുന്നത് സന്തോഷമുള്ളവരായിട്ടാണ്. ഈ സൈലന്റ് ഡിപ്രഷൻ ഉണ്ടെന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗം. അവര് ആരോടൊന്നും പറയില്ല. പെട്ടെന്ന് ചില വാർണിങ്സ് ഉണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ കുറച്ച് ശാന്തരാവും, അല്ലെങ്കിൽ അവർക്ക് കുറെ ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവും. അവരെ മാർക്ക് കുറയും, അവരെ സ്ലീപ്പ് കുറയും, ഉറക്കം കുറയും. അതുപോലെ അവർക്ക് ആരുമില്ല, അല്ലെങ്കിൽ ആരും വേണ്ട എന്നുള്ള ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ചിലപ്പോൾ ടീനേജ് സിംറ്റംസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൈലന്റ് ഡിപ്രഷന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ടീൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒന്നാമത്തത് അക്കാഡമിക് പ്രഷർ, അതേപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ലോൺലിനെസ്, സോഷ്യൽ മീഡിയ കമ്പാരിസൺ, അതുപോലെ തന്നെ ഡിസപ്പോയിന്റിങ് പേരൻസ്. കുട്ടികളെ കുറിച്ച് അമിതമായ പ്രതീക്ഷകളുള്ള പേരൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ എത്താൻ കഴിയുമോ എന്നുള്ള കുട്ടിയുടെ ചിന്ത ചിലപ്പോൾ അവനക്ക് പ്രഷർ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ അതിലും ഏറ്റവും ഭയങ്കരമായ ഒരു സംഭവമാണ് എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സേഫ് സ്പേസ് ഇല്ല എന്നുള്ളത്, ആരോട് പറയുന്നുള്ള. അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കുട്ടിയെ. പിന്നെ അത് മാത്രമല്ല, ചിലത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചേഴ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കേൾക്കുമോ അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമോ എന്നൊക്കെയുള്ള പേടി. അവരൊക്കെ നമ്മൾ തുറന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയും. ഈ കാര്യത്തിൽ നമ്മുടെ പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ എന്താണ് ചെയ്യാൻ പറ്റുക? ഇവിടെ രക്ഷിതാക്കൾക്കും അതുപോലെ സമൂഹത്തിനും അതുപോലെ തന്നെ അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടിയോട് ഉള്ള ആ സമീപനത്തിൽ മാറ്റം വരുത്തുക. ജഡ്ജ്മെന്റ് ചെയ്യരുത് മുൻകൂട്ടി. പിന്നെ അവന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെ കേൾക്കാൻ തയ്യാറാകുക. പിന്നീട് ചെയ്യേണ്ടത് അവരുടെ ഈ പ്രശ്നങ്ങൾ അവരോട് നേരിട്ട് സംസാരിക്കുക. ഒരു 10 മിനിറ്റോ ദിവസത്തിൽ, വീട്ടിലാണെങ്കിൽ ക്വാളിറ്റി ടൈം, ഇങ്ങനെയൊക്കെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ ചില കുട്ടികളോടൊക്കെ ഒരു ചെറിയ സംസാരിക്കാനും അവർ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനൊക്കെ സമയം കണ്ടെത്തുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് സാധിക്കും. പക്ഷെ ഈ സൈലന്റ് ഡിപ്രഷൻ കുട്ടിയുടെ വീക്ക്നെസ് അല്ല, കുട്ടിയുടെ കുഴപ്പമൊന്നുമല്ല, അവനിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ കൂട്ടുക. അത് വീട്ടിലൊക്കെയുള്ള ഈ പാരൻസിന്റെയും കുട്ടികളുടെയും ഒക്കെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷന്റെ കുറവൊക്കെയാണ് ഇതിന് കാരണമായിട്ട് മാറുന്നത്. ഇങ്ങനെയൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരമാവധി ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും.